ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം സുമാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയരം സർവലോകീയനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർവേശ്വരനിൽ ലയിക്കുന്ന അവസ്ഥയാണ് ആനന്ദമയമായി മായാദേവി ദാർശനികർ കണക്കാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവും ജീവാത്മാവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ആനന്ദമയം. എന്നുവരെ ജീവാത്മാവും പരമാത്മാവും ഐക്യം സാധിക്കുന്നില്ലയോ അന്ന് വരെ യഥാർത്ഥ സുഖദുഃഖങ്ങൾക്കുപരിയായിട്ടുള്ള ആനന്ദത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ്. എപ്പോഴാണോ ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയാണ് ആനന്ദമയമായിട്ട് മാറുക. എന്നാൽ ഏകത എന്ന് പറയുന്ന പരമനിൽ ലയിച്ച് ഒരുവൻ്റെ വ്യക്തിഗതമായിരിക്കുന്ന അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആധ്യാത്മിക സ്ഥിതിത്വത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ സർവേശ്വരൻ്റെ നിത്യതയുടെയും ജ്ഞാനത്തിൻ്റെയും ഗുണപരമായ ഐക്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. എന്നാൽ യഥാർത്ഥമായ ആനന്ദം ഘട്ടം പ്രാപിക്കുന്നത് ഭക്തിയുടെ സേവനത്തിൽ വ്യാപരിക്കുമ്പോഴാണ്. ഇക്കാര്യം ഭഗവത്ഗീത ഉറപ്പിച്ചു പറയുന്നുണ്ട്. മൽഭക്തിയും ലഭതേ പരാം. പരമാത്മാവും വിധേയ ആത്മാക്കളും തമ്മിൽ പ്രേമ വിനിമയം നടക്കുമ്പോൾ മാത്രമാണ് ആനന്ദമയ ഘട്ടം പൂർണ്ണമാകുകയുള്ളൂ. അതായത് നമ്മൾ ഭൗതിക തലത്തിൽ ശരീരവും ജീവനും ഇല്ലെങ്കിൽ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാവം നമ്മൾ അനുഭവിച്ച് ആനന്ദമയത്തെ അനുഭവയോഗ്യമാക്കി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടായിരിക്കുന്നത് ഒന്നാകുക എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തിന് ഉണ്ടാകുന്ന യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ തന്നെ വ്യവഹാരങ്ങളെല്ലാം വ്യവഹരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ മനസ്സിൻ്റെ ശാന്തി അനുഭവിച്ചുകൊണ്ട് തന്നെ അനേക വർഷങ്ങൾ വരെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ആ ബോധതലത്തിലേക്ക് നമ്മൾ ഒന്നായിത്തീരുന്ന അവസ്ഥയാണ്. ആ യഥാർത്ഥ ഈശ്വരതത്വം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യവഹരിച്ചു കഴിഞ്ഞാൽ അവിടെ ജനകനെ പോലെ എപ്പോഴും സ്വസ്ഥനായിട്ടിരുന്നു കൊണ്ട് തന്നെ അനായാസന ജീവിതം നയിക്കാൻ സാധിക്കുന്ന നമുക്ക് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഭാവം വല്ലപ്പോഴും അങ്ങലും കൈവരുന്നുണ്ട്. ഈശ്വരകാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരീരബോധം മറന്നിട്ട് എല്ലാത്തിലും ലയിച്ചിരിക്കാനുള്ള ആ ഭൗതികമായിട്ട് എല്ലാ വ്യവഹാരങ്ങളെയും മറന്നുകൊണ്ട് ശരീരബോധം പോലും വിട്ടുകൊണ്ട് ഒരു പ്രത്യേക അനുഭൂതിയിൽ ഒരു നിമിഷത്തേക്കാണെങ്കിലും ഇരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഈ ആനന്ദമയം എന്ന് പറയുന്നത്. അത് എല്ലായ്പ്പോഴും നിലനിർത്താൻ സാധിച്ചാലാണ് അനായാസന ജീവിതമാകുന്നത്. അവിടെയാണ് ഭഗവാൻ പറഞ്ഞത് നാ ശോചിതം അർഹസി. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ദുഃഖമയമായ പ്രപഞ്ചത്തെ നമുക്ക് അനുഭവിക്കേണ്ടി വരികയില്ല എന്നർത്ഥം. ഇക്കാര്യം ഭഗവത്ഗീത ഉറപ്പിച്ച് തരുന്നുണ്ട്. മൽഭക്തി ലഭതേ പരാം എന്ന് പറഞ്ഞു. പരമാത്മാവും വിധേയാത്മാക്കളും തമ്മിൽ പ്രേമവിനിമയം നടക്കുന്ന മാത്രമാണ് ആനന്ദമയ ഘട്ടം പൂർണ്ണമാകുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഈ ആനന്ദമയമായ ഘട്ടത്തിലുടനീളം കാലം ഒരുവൻ്റെ ശ്വാസോച്ഛ്വാസം കൊല്ലൻ്റെ ആലയിലെ ഉലയുടെ ശ്വാസോച്ഛ്വാസം പോലെയാണ്. അവൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റേതുപോലെയാണ്. ഒട്ടകം, പന്നി, നായ തുടങ്ങിയ ജീവികളെക്കാൾ ഒട്ടും മെച്ചമല്ല അവൻ. നിത്യനായിരിക്കുന്ന ജീവാത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാനാവില്ല. എന്നാൽ താഴ്ന്ന ജീവവർഗങ്ങളുടെ ജീവിത പരിസ്ഥിതി അത്യന്തം ദയനീയമാണ്. അതേസമയം സർവേശ്വരൻ്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ ആസ്വാദ്യമായ ആനന്ദമയ ജീവിതം ആണ് നയിക്കുന്നത്. മുകളിൽ വിവരിച്ച വിവിധ ഘട്ടങ്ങൾ പരമ ആത്മാവിനോട് ഉള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളവയാണ്. പരമപുരുഷനും ജീവാത്മാക്കളും എല്ലാ പരിതസ്ഥിതിയിലും ജീവിക്കുന്നുണ്ട്. പരമപുരുഷൻ എപ്പോഴും ആനന്ദമയമായ ഘട്ടത്തിലാണ്. അതേസമയം ആസദാത്മാക്കൾ മറ്റു ഘട്ടങ്ങളിലേക്ക് പതിച്ചു പോകാൻ സാധ്യതയുമുണ്ട്. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. പരമാത്മാവിൻ്റെ സകല അംശങ്ങളായിരിക്കുന്ന ഭഗവാന്റെ തന്നെ അംശങ്ങളായിരിക്കുന്ന ജീവാത്മാക്കളുടെ നിസ്സാര സ്ഥിതിയാണ് ഈ പതന സാധ്യതയ്ക്ക് കാരണം. ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും നമ്മുടെ ജീവിത സങ്കല്പത്തിനപ്പുറമാണ് എപ്പോഴും പരമപുരുഷൻ്റെ നില.
പ്രപഞ്ചപ്രത്യക്ഷം സാധ്യമാകുന്ന സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ് അത് നിലനിൽക്കുന്നതും. സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ് സംഹരിക്കപ്പെടുമ്പോൾ അത് വീണ്ടും സർവേശ്വരന് തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സർവേശ്വരനാണ് പരമാത്മസ്ഥ അസ്തിത്വം എന്നർത്ഥം. പരമമായ അസ്തിത്വം, അതായത് കാരണങ്ങൾക്കെല്ലാം കാരണം. അതിനാൽ കൃഷ്ണ അവബോധം വികസിപ്പിക്കാതെയുള്ള ജീവിതം സമയ ദുർവ്യയം മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ നിസ്സംഗഭാവത്തിൽ ഈ തത്വം, ഈ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന ആ ബോധതലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ദുഃഖരഹിതമായ ജീവിതം, അനായാസേന ജീവിതം നയിക്കാൻ സാധിക്കും. ഇതൊക്കെ ജനകനെ പോലെയുള്ളവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഭഗവാൻ എപ്പോഴും ആനന്ദമയത്തിൽ സ്ഥിരനിഷ്ഠമായിട്ട് ഭഗവാന്റെ അവസ്ഥ അത് തന്നെയാണ്. അതിന് അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ ഭഗവാനോട് ചേർന്ന് ഇരിക്കുന്ന ബോധത്തെയാണ് ഇവിടെ ജീവാത്മാ പരമാത്മാ ഐക്യം എന്ന് പറയുന്നത്. പക്ഷെ വ്യവഹാരത്തിൽ നമ്മൾ ഭൗതികമായ വ്യവഹാരത്തിൽ ഭൗതിക ശക്തികൾ നമ്മളിൽ അധ്യാനം സ്ഥാപിക്കുന്ന ഒരു നിമിഷത്തേക്കാണെങ്കിൽ നമ്മൾ ഭഗവാനെ മറക്കാൻ പറ്റുന്നത് കൊണ്ട്, ഇല്ലേ മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും സംസാര ബന്ധനത്തിൽപ്പെടുകയും അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുക. അപ്പം എല്ലായ്പ്പോഴും ഈ ആനന്ദമയമായ അനായാസന ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭഗവാനോടുള്ള അറ്റാച്ച്മെൻറ്റ് വിടാതിരിക്കുക, ബാക്കി ഭൗതികതയിലുള്ള അറ്റാച്ച്മെൻറ്റ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അതാണ് സർവധർമാൻ പരിത്യജ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ. ഭഗവാനെ വിട്ടിട്ട് മറ്റുള്ളതിനെയൊക്കെ ത്യജിക്കണം. എന്നാൽ വ്യവഹാരത്തിൽ അതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കുകയും വേണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തന്നത്. 125 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് തന്നെ യഥാവിധി നമ്മളെ കാണിച്ചു തന്നു ആനന്ദമയമായിട്ട് ദുഃഖരഹിതമായിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന്. അതാണ് കൃഷ്ണ അവബോധം കൊണ്ട് നമുക്ക് നമ്മുടെ ബോധതലത്തെ വികസിപ്പിക്കണം എന്ന് പറയുന്നത്. അതാണ് ഇല്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മവും നമ്മുടെ ആയുസ് തന്നെ ദുർവ്യയം ചെയ്യുകയാണ്. നമ്മുടെ സമയ ദുർവ്യയമാണ് സംഭവിക്കുക, വ്യർത്ഥമാക്കുകയാണ് ജീവിതം എന്നർത്ഥം. അതായത് കൃഷ്ണ അവബോധം ഇല്ലാതെ നമ്മൾ ജീവിച്ചാൽ ഈ പറയുന്ന സംസാര ബന്ധനത്തിൽ പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വലിയ ഭൗതികവാദികളും ആധ്യാത്മിക ലോകത്തിൻ്റെ അവസ്ഥയെ അറിയാൻ കഴിയാത്തവരുമായിരിക്കുന്ന വ്യക്തികൾക്ക് കൃഷ്ണധാമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും ആകില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് മഹർഷിമാർ യോഗ പ്രക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടെ ഒരുവൻ്റെ നാഭിപ്രദേശത്തിന് താഴെയുള്ള മൂലാധാരം മുതൽ ധ്യാനം തുടങ്ങുന്നു. അതിന് മൂലാധാര ധ്യാനം അഥവാ മണിപൂരക ധ്യാനം എന്നാണ് പേര് പറയുക. മൂലാധാരവും മണിപൂരകവും ഉദാര അന്തർഭാഗത്ത് കുടലുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്ഥാനങ്ങളെ കുറിക്കുന്നു. നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്ഥാനങ്ങളെ കുറിക്കുന്ന സാങ്കേതിക സർജ്ഞകളാണ്. സാങ്കേതിക പുരോഗതിക്കാണ് സർവ പ്രാധാന്യമെന്ന് തികഞ്ഞ ഭൗതികവാദികൾ കരുതുന്നു. ജീവാത്മാവും ഭക്ഷണം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെന്ന ബോധമാണ് ഇങ്ങനെ കരുതാൻ കാരണം. ഭക്ഷണം എത്ര കഴിച്ചാലും അത് ദഹിക്കുന്നില്ലെങ്കിൽ അജീർണത്തിൻ്റെയും പുളിച്ചു തികട്ടലിൻ്റെയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്ന് ഈ കൂട്ടർ മറന്നു പോകുന്നു. അതിനാൽ ഭക്ഷണം സ്വയം ജീവശക്തിക്ക് കാരണമാകുന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ദഹനത്തിന് നാം മറ്റൊരു ഉയർന്ന ശക്തിയെ അഭയം പ്രാപിക്കേണ്ടതുണ്ട്. അതിന് വൈശ്വാനരം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. താൻ വൈശ്വാനര രൂപത്തിൽ ദഹനത്തെ സഹായിക്കുന്നു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പച്ചാമന്നം ചതുർവിധം എന്ന് പറയുന്നു. പരമപുരുഷൻ സർവവ്യാപിയാണ്. അതിനാൽ വൈശ്വാനര രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്യസാധാരണമായിട്ട് കരുതേണ്ട. ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും ശരീരത്തെ പോലും നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്നെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിന് ഭക്ഷണം ആവശ്യമില്ല. അതൊരിക്കലും നശിക്കുന്നതല്ല, അത് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല. പക്ഷേ അന്നമയമായ ശരീരത്തെ നിലനിർത്താനാണ് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കുന്നത് പോലും ജഡരാജ്ഞിയായിട്ട് തൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഭഗവാൻ അതിനെ ദഹിപ്പിച്ച് അന്നമയമായ ശരീരത്തെ സംരക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ ഓരോ ചലനങ്ങളിലും ശരീരത്തിൻ്റെ സ്ഥിതി നിർത്തുന്നതിലും ഭഗവാന്റെ
ചൈതന്യമാണ് എന്നുള്ള ബോധം നമുക്ക് ഉറയ്ക്കണം എന്നർത്ഥം. അതില്ലാതെ നമ്മൾ ശരീരബോധത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ശരീരത്തെ വരെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് ജീർണിച്ച് ശരീരത്തിൽ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ജീവനെ സംബന്ധിച്ച് ഭക്ഷണം ആവശ്യമില്ല, അത് ജീവന് ഒരിക്കലും അസ്വസ്ഥതയോ ഇല്ലെങ്കിൽ അതിന് യാതൊരു കേടും സംഭവിപ്പിക്കില്ല. പക്ഷെ ശരീരത്തിന് അത് കേടുണ്ടാക്കും. അത് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കും, ദുഃഖപൂർണിതമാക്കും, രോഗഗ്രസ്തമാക്കും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മുക്തമാകുന്നതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഈശ്വര ശക്തിയുടെ പ്രഭാവമാണ് ജഠരാഗ്നിയായിക്കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ച് അത് അന്നമയമായ ശരീരത്തെ പോഷിപ്പിച്ച് നിലനിർത്തുന്നു. അതിനാധാരമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ചൈതന്യമാണ്. അത് നമ്മുടെ ശരീരത്തിനുള്ള ആത്മചൈതന്യമാണ് ജഠരാഗ്നിയായിട്ട് നമ്മുടെ ശരീരത്തിൽ അന്നമയമായ ശരീരത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് ആവശ്യമായതൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് ബോധതലത്തിൽ എത്താത്തിടത്തോളം കാലം അത് നമുക്ക് മനസ്സിലാകുകയുമില്ല എന്നുള്ളതാണ് സത്യം. കൃഷ്ണൻ സർവ്വവ്യാപിയാണ്. അതിനാൽ വൈഷ്ണവൻ ശരീരം മുഴുവൻ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടയാളമായിട്ടെടുക്കുന്നു. ആദ്യം വയറ്റത്ത് ഒരു തിലകം ചാർത്തുന്നു, പിന്നെ മാറിൽ, തോളലുകളുടെ മധ്യത്തിൽ, നെറ്റിയിൽ, ഈ ക്രമത്തിൽ അവസാനം മൂർധാവിൽ ബ്രഹ്മരന്ധ്രത്തിലും തിലകം ചാർത്തുന്നു. വൈഷ്ണവൻ ശരീരത്തിൽ ചാർത്തുന്ന 13 തിലകങ്ങൾ ഇവയൊക്കെയാണ്: നെറ്റിയിൽ ഭഗവാൻ കേശവന്റെ ക്ഷേത്രം, വയറ്റത്ത് ഭഗവാൻ നാരായണന്റെ ക്ഷേത്രം, മാറത്ത് ഭഗവാൻ മാധവന്റെ ക്ഷേത്രം, തോളല്ലുകളുടെ മധ്യേ മുൻകഴുത്തിൽ ഭഗവാൻ ഗോവിന്ദന്റെ ക്ഷേത്രം, അരക്കെട്ടിൻ്റെ വലത്തുഭാഗത്ത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രം, വലത്തെ കൈയിൽ ഭഗവാൻ മധുസൂദനന്റെ ക്ഷേത്രം, തോളലിൻ്റെ വലത്തുഭാഗത്ത് ഭഗവാൻ ത്രിവിക്രമന്റെ ക്ഷേത്രം, വാമനന്റെ ക്ഷേത്രമാണ് അരക്കെട്ടിൻ്റെ ഇടതുഭാഗത്ത്, ഇടത്തെ കൈത്തണ്ടയിൽ ശ്രീധരക്ഷേത്രം, തോളലിൻ്റെ ഇടതുഭാഗത്ത് ഋഷീക്ഷേത്രം, കഴുത്തിന് പുറകുഭാഗത്ത് പത്മനാഭക്ഷേത്രം, പുറത്ത് താഴെ ദാമോദര ക്ഷേത്രം, തലയുടെ മുകൾ ഭാഗം വാസുദേവ ക്ഷേത്രം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭഗവാന്റെ സ്ഥിതി അനുസരിച്ച ഉള്ള ധ്യാന പ്രക്രിയയാണ് ഈ പറഞ്ഞത്. എന്നാൽ വൈഷ്ണവേതരർക്ക് മഹർഷിമാർ നിർദ്ദേശിച്ചുള്ള ധ്യാനരീതി ജീവിതത്തിൻ്റെ ശാരീരിക സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാണ്. നാഭിപ്രദേശം, ഹൃദയം, തൊണ്ട, പുരികങ്ങൾ, നെറ്റി, തുടർന്ന് നെറുക എന്നീ സ്ഥാനങ്ങൾ പരമാത്മാവ് ജീവാത്മാവിനോടൊപ്പം ഹൃദയത്തിൽ കുടികൊള്ളുന്നു. മഹാത്മാവായിരിക്കുന്ന അരുണൻ മുതലുള്ള ശിഷ്യ പരമ്പരയിലെ സന്യാസിമാരിൽ ചില ഹൃദയത്തിലാണ് ധ്യാനിക്കുന്നത്. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത് സേവാർത്ഥം ശരീരത്തിൻ്റെ സംരക്ഷണം വൈഷ്ണവർക്ക് ഭക്തിയുത സേവനത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ കടുത്ത ഭൗതികവാദികൾ ശരീരത്തെ ആത്മാവായി തെറ്റിദ്ധരിക്കുന്നു. അവർ യോഗപ്രക്രിയ അനുസരിച്ച് ശരീരത്തിൻ്റെ വിഭാഗങ്ങളുടെ ധ്യാനത്തിലൂടെ ശരീരത്തെയാണ് ആരാധിക്കുന്നത്. മണിപ്പൂരകം, ദഹനം, ഹൃദയം, ഈ മട്ടിൽ ക്രമേണ ഉയർന്ന നെറുകയിലെ ബ്രഹ്മരന്ധ്രം വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് ധ്യാനം യോഗാസിദ്ധി കൈവന്ന ഒന്നാംകിട യോഗി. അവസാനം ബ്രഹ്മരന്ധ്രം ഭേദിച്ച് പുറത്തു കടന്ന ഭൗതികമോ ആധ്യാത്മികമോ ആയ ഏതെങ്കിലും ലോകത്തിലെത്തുന്നു. യോഗിക്ക് സ്വയം മറ്റൊരു ലോകത്തേക്ക് മാറാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധത്തിൽ വ്യക്തമായി വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ ശക്തി തന്നെയാണ് എല്ലാവരും വർത്തിക്കുന്നത്. അതേ ശക്തിയെ നമ്മൾ ഏത് വേഷത്തിലും ഏത് രൂപത്തിലും ഭാവത്തിലും ഏത് നാമരൂപങ്ങളിലും യഥാവിധി ഉപയോഗപ്രദമാക്കണമെങ്കിൽ ആത്മബോധത്തോടു കൂടി പ്രവർത്തിക്കണം. അവിടെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഈശ്വര ശക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് തന്നെ മൂലാധാരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈശ്വര ശക്തിയെ ഉണർത്തി ജപതപാദികളുടെ യോഗാഭ്യാസത്തിലൂടെ ഉയർത്തി അതിനെ സഹസ്രാര പത്മത്തിൽ എത്തുമ്പോഴാണ് ജീവാത്മാ പരമാത്മാ ഐക്യസാധ്യം. സഹസ്രാര പത്മത്തിനും മുകളിൽ 10-12 അങ്കുലം മുകളിലാണ് പ്രപഞ്ചപ്രാണന്റെ ശക്തി നിൽക്കുന്നത്, അഥവാ പരമാത്മാവിൻ്റെ ശക്തി നിൽക്കുന്നത്. അതിൽ നിന്നുള്ള ഒരു അംശമാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിച്ച് അത് ശരീരത്തെ യഥാവിധി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം മുഴുവൻ പ്രപഞ്ചപ്രാണന്റെയും
അംശങ്ങളിൽ അംശമാണ് ഒരു ജീവാത്മാവ്. ആ ജീവാത്മാവ് എപ്പോഴും ആ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നൂലിൽ കോർത്തിരിക്കുന്ന മണിരത്നങ്ങൾ പോലെ ഓരോ ശരീരത്തെയും ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ആ പ്രപഞ്ച പ്രാണനുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ആത്മബോധ തലത്തിൽ ബന്ധിപ്പിക്കുമ്പോഴാണ് ജീവൻ മുക്തഭാവം കൈവരിക. അതില്ലാത്തിടത്തോളം കാലം നമ്മൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ട് രണ്ടായിട്ട് കാണുന്ന ഭാവത്തിൽ വർത്തിക്കുമ്പോൾ വികല്പത്തിന് വിധേയമായിക്കൊണ്ട് ഒരിക്കലും ശാന്തി സമാധാനം ഉണ്ടാകില്ല. അത് രണ്ടായിട്ട് കണ്ടാൽ രണ്ടായിട്ടുള്ള ഭാവം നമ്മളിൽ സാക്ഷാത്കരിക്കപ്പെടും. അതാണ് ദ്വന്ദ്ഭാവം വരുന്നത്. സുഖദുഃഖം, ലാഭം, നഷ്ടം, ജയം, പരാജയം, എല്ലാത്തിനും ദ്വന്ദ്വം, ഞാൻ നിന്റെ. ഈ ദ്വന്ദ്ഭാവം വരാനെന്താ ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവും ജീവാത്മാവും രണ്ടായിട്ട് നാം കാണുന്നത് കൊണ്ടാണ്. അതൊന്നിൻ്റെ അംശം തന്നെയാണ്. അതൊന്നാണെന്ന ബോധത്തിൽ ഉറച്ചാലോ പിന്നെ ഈശ്വരന്റെ ഗുണങ്ങൾ, അതായത് നമ്മുടെ മൂലാധാരത്തിൽ കിടക്കുന്ന ജീവാത്മാ ശക്തി സഹസ്രാരപത്മം വഴി യോഗസാധനയിലൂടെ പ്രപഞ്ചപ്രാണവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഈശ്വരന് തുല്യനായി മാറി. ആ ബോധതലത്തിൽ അവൻ ആ ആത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. ഭഗവാനും ഭക്തനും ഒന്നാകണം എന്ന് ഭഗവാൻ അടിക്കടി പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ നമ്മൾ ഈ ഭക്തിയുത സേവനത്തിൽ ഈ ഭക്തിമാർഗത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ മുഴുവനായിട്ടുള്ള പ്രയത്നങ്ങളും ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ എന്തെന്ന സാധന എന്തെന്ന് മനസ്സിലാക്കി അത് അനുഷ്ഠിക്കുന്നതായിരിക്കും ശ്രേഷ്ഠം. എന്ന് വരെ ഐക്യം പ്രാപിക്കുന്നില്ലയോ അന്ന് വരെ നമ്മൾ രണ്ടായിട്ട് നിൽക്കും. രണ്ടായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ ദ്വന്ദ്ഭാവം നമുക്ക് അനുഭവത്വമാകും. അവിടെയാണ് സംസാര ബന്ധനം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അത് നമുക്ക് ഒന്നാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്താം. അടുത്ത ഭാഗം അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.